ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. കുറച്ചധികം കിച്ചൺ ടിപ്സും കിച്ചൺ ഹാക്സും, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ടിന്നുകൾ ബോട്ടിലുകളൊക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിലിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും അല്ലേ? നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്താലും അതിൽ കുറച്ച് പശയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്, നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കത്തില്ലേ, ഹെയർ ഡ്രയർ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. നനവില്ലാതെ വേണം കേട്ടോ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ 1 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതേസമയം വേറെയൊക്കെ രീതികളിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് പശയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വെള്ളം അതുപോലെ തന്നെ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പികൾ ആരും തന്നെ കളയത്തില്ല. അത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ച് കുടിക്കാറാണ് പതിവ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാതെ എപ്പോഴും ഗ്ലാസിൻ്റെ കുപ്പികൾ, അതുപോലെ തന്നെ ഫ്ലാസ്ക്, പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ടിന്നിലാക്കി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ പ്രാണികളൊക്കെ വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ കടല, ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെയാണ് പെട്ടെന്ന് ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാതെ ആയി പോകും. അപ്പോൾ ഇങ്ങനെ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നുകളിലേക്ക് ഓരോ ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ പ്രാണികളൊന്നും വരാതെ കേടാകാതെ നമ്മുടെ കടലയും ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കുറേ നാൾ കേട് കൂടാകാതെ വെക്കാൻ പറ്റും കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കുറേയധികം കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്തൊക്കെ ഓരോരോ ടിപ്പ് വേറെ വെറൈറ്റി ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന കവറുകൾ സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം എത്ര എടുത്ത് വെച്ചാലും ഒതുങ്ങിയിരിക്കാത്തൊരു കാര്യമാണ് ഈ കവറുകൾ. അപ്പോൾ അതങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം. 2 സൈഡിൽ നിന്നും നടുക്കോട്ട് മടക്കുക. അതിനുശേഷം കണ്ടില്ലേ, നമ്മൾ കോണാകൃതിയിൽ മടക്കി അങ്ങോട്ട് തിരിച്ചും മറിച്ചും മടക്കി മടക്കി ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് മടക്കി കൊണ്ടുവരണം കേട്ടോ. കാരണം ഇത് ഒതുങ്ങിയിരിക്കാനായിട്ട് ഇതിലും നല്ലൊരു വഴി എന്ന് പറയുന്നത് വേറെയില്ല. അങ്ങനെ നമ്മളിത് മടക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ വരുന്ന ഇങ്ങനെ ഉള്ളിലേക്കാക്കി ഫില്ല് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ടി വരില്ല. എവിടെയെങ്കിലും ഒരു ടിന്നിലാക്കി മേടിക്കുന്ന കവറുകൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ചാൽ പിന്നെ കവറുകൾ തപ്പി നടക്കേണ്ടി വരില്ല സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പേഴ്സിൽ വരെ വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. കാരണം ഇത്ര ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഴ്സിൽ വരെ കവറുകൾ വെച്ചുകൊണ്ട് പോകാനായിട്ടും പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെക്കാറുണ്ട്. ആ സാധനങ്ങളെല്ലാം കുക്കിങ് കഴിയുമ്പോഴത്തേക്കും അതേപോലെ തന്നെ അതാത് സ്ഥാനത്ത് തിരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കുക, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടും ഇരിക്കുക കേട്ടോ. ഇനിയിപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെളുത്തുള്ളി പൊളിക്കാനായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ സമയം കിച്ചണിൽ വേണ്ടി വരും. എനിക്കങ്ങനെ തോന്നാറുണ്ട്, ഈ വെളുത്തുള്ളി ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇടികല്ലുണ്ടാവും അല്ലേ? ആ ഇടികല്ല് വെച്ചിട്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് 2-3 വട്ടത്തേക്കും ചതയ്ക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ എല്ലാം തൊലി അടർന്ന് വരും കേട്ടോ. പിന്നെ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ അടർത്തി എടുത്തുകൊണ്ടിരിക്കേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ അടർത്തി എടുക്കുമ്പോഴത്തേക്കും അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ടും പറ്റും. അതിനുശേഷം ഇതിൻ്റെ തൊലി കളയാനായിട്ട് വേറൊരു ടിപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോവേവിൽ ഒരു 20 സെക്കൻഡ്സ് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പം ഞാൻ ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 20 സെക്കൻഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 20 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആകും. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ വളരെ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആകുമല്ലോ. അങ്ങനെ ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് എളുപ്പത്തിൽ പൊളിക്കുന്നത്.
ചെയ്യുന്നത്, ജസ്റ്റ് അതിൻ്റെ മേളുഭാഗം ഒന്ന് കട്ട് ചെയ്താൽ തന്നെ കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മൈക്രോവേവ് മിക്ക ദിവസങ്ങളിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ കറികളൊക്കെ ചൂടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും അഴുക്കുണ്ടാവും. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫുഡൊക്കെ ചൂടാക്കുന്ന സാധനമല്ലേ, അതിനകത്ത് ഒരുപാട് അഴുക്കുകൾ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 30 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം. പിന്നെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യണമെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്താൽ മതിയാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറം ഭാഗം കൂടെ ഇങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിലെ പാടൊക്കെ എന്തായാലും ഓവൻ്റെ മുകളിലുണ്ടാകും, ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കുക. ഇനി വേറൊരു കാര്യം, നമ്മുടെ കിച്ചണിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സവോളയൊക്കെ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇടാറുണ്ടല്ലേ. അങ്ങനെ കൗണ്ടർ ടോപ്പിലിടാതെ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. പ്രാണികൾ, ഉറുമ്പുകളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു വേസ്റ്റ് നമുക്ക് അതേപടി കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇട്ടാലും മതിയാകും. നമ്മുടെ സമയവും ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ എന്തായാലും ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾ സിങ്കിൽ കൊണ്ടിടാതെ, പ്രത്യേകിച്ച് വാട്ടർ കണ്ടൻറ്റൊക്കെയുള്ള ഫുഡാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനായിട്ട് പറ്റില്ല. കാരണം അതും ലീക്കാകും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഒരു അരിപ്പയിലേക്ക് ഈ ഒരു വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലെ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ പോകും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റും ചീത്തയാകും. അതുപോലെ തന്നെ സിങ്കിലിട്ട് കഴിഞ്ഞാൽ സിങ്ക് ആണെങ്കിലും ബ്ലോക്ക് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വേസ്റ്റ് കളയുമ്പോഴത്തേക്ക്, ഫുഡ് വേസ്റ്റ് കളയുമ്പോഴത്തേക്കും ഇങ്ങനെ കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാകും, സമയവും ലാഭിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ ആണെങ്കിലും കട്ട് ചെയ്തതിന് ശേഷം കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നവർ ആ ഒരു സമയത്ത് തന്നെ ആ ഉപയോഗിക്കുന്ന കത്തിയും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡും നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത് പോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് അത് ഡ്രൈ ആക്കി വേണം വെക്കാനായിട്ട് കേട്ടോ. അതേപടി എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇത് പെട്ടെന്ന് കേടാകുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ വുഡനൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കേടാകും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതുമാണെങ്കിലും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വാഷ് ചെയ്ത് അതിനകത്തെ ആ ഒരു അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഡ്രൈ ആക്കി സൂക്ഷിക്കുക. നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കിച്ചണൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് അല്ലെങ്കിൽ കിച്ചൺ വൈപ്പ് അതൊക്കെ ആണെങ്കിലും നമ്മൾ സോപ്പിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത തവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ മാവ് അരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലേഡിനിടയ്ക്കൊക്കെ അകത്തായിട്ട് അഴുക്കൊക്കെ കയറിയിരിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ബ്രഷൊക്കെ ഇട്ട് കഴുകേണ്ടി വരും, ഒന്ന് ക്ലീൻ ആക്കി കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നിങ്ങൾ ഏത് ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം ഇങ്ങനെയൊന്ന് നമ്മൾ മിക്സി ഓണാക്കി കൊടുക്കുക. അങ്ങനെ 1 മിനിറ്റ് ഇതിങ്ങനെ ഓണായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുണ്ടായിരുന്ന അഴുക്കുകളെല്ലാം നല്ല പോലെ പോയതിന് ശേഷം മിക്സി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നല്ല പോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുക. സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി, പ്രത്യേകിച്ച് കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങൾ
തിക്കി നിറച്ച് വെക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ അടുക്കള കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ആണെങ്കിലും നല്ല വൃത്തിയാക്കി വെക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടുക്കള നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.